നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ അധികാരമേറ്റെടുത്തുകൊണ്ട് വിജയ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ന് രാവിലെയാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വിജയും 9 മന്ത്രിമാരും തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് വിജയ് അധികാരത്തിലെത്തുന്നത്. പിന്തുണ നൽകാൻ പല പാർട്ടികളും വൈകി. കോൺഗ്രസും ഇടതു പാർട്ടികളുമെല്ലാം ആദ്യമേ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും VCKയും മുസ്ലിം ലീഗും പിന്തുണക്കത്ത് നൽകാൻ വൈകിയതാണ് സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ വൈകിച്ചത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വിജയ് അധികാരത്തിലെത്തിയിരിക്കുന്നു. 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരുന്ന വിജയ്ക്ക് അധികാരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ AIADMKയും DMKയും ഒരുമിച്ച് മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടി സർക്കാർ രൂപീകരിച്ചാൽ തങ്ങളുടെ മുഴുവൻ MLAമാരും രാജിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം TVK ഭീഷണി മുഴക്കിയിരിക്കുന്നു. എന്നാലും നാടകീയ രംഗങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് TVKയുടെ ഭരണം സാധ്യമായിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 1967 ശേഷം ഇതാദ്യമായിട്ട് ഒരു ദ്രാവിഡ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാട്ടിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ജോസഫ് വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്റ്റാലിൻ സർക്കാർ ഒഴിഞ്ഞിരിക്കുന്നത് തമിഴ്നാടിനെ മുടിപ്പിച്ച ശേഷമാണ്. 10 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് കഴിഞ്ഞ സർക്കാർ സംസ്ഥാന ഖജനാവിന് വരുത്തി വച്ചിരിക്കുന്നത്. ഖജനാവ് വടിച്ച് കാലിയാക്കിയ ശേഷമാണ് സ്റ്റാലിൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇനി അകത്ത് പോയി നോക്കിയാൽ അറിയാം എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന്. എന്താണ് ഖജനാവിൻ്റെ അവസ്ഥയെന്ന് ഉള്ളിൽ ചെന്ന് വ്യക്തമായി പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് വിജയ് പറയുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കും. ആ ധവളപത്രം പുറപ്പെടുവിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ തമിഴ്നാട്ട് ഭരണം ആരംഭിക്കൂ എന്ന് വിജയ് നേരത്തെ അല്ലെങ്കിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റാലിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയതിന് ശേഷമാണ് വിജയ് ഇതാ ഭരണ സാരഥ്യത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നത്. കാരണം നേരത്തെ വിജയ് ഭരിക്കട്ടെ എന്ന രീതിയിൽ സ്റ്റാലിൻ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. എങ്കിലും സ്റ്റാലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചനയാണ് ഇന്ന് വിജയ് നൽകിയിരിക്കുന്നത്. കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെതിരെ ഉണ്ടായത്. നമ്മളെല്ലാം ചർച്ച ചെയ്തത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചായിരുന്നു. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയനെ ഇന്ന് ജനത്തിന് കണ്ണെടുത്താൽ കണ്ടൂടാ എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയധികം കടുത്ത ജനവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും കരുതിയില്ല. 60 65 സീറ്റുകളിലേക്ക് ഇടിച്ചു നിൽക്കാം എന്നാണ് അവർ കരുതിയത്. പക്ഷേ ആ സീറ്റുകളുടെ എണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചതിൽ നിന്നും ഏറെ താഴെ പോയി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരമായിരുന്നു. പിണറായി പോലും ധർമ്മടം മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഉരുക്കു കോട്ടയിൽ 6ാം റൗണ്ട് വരെ പിന്നിട്ടു നിന്നിരുന്നു എന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. ഇതെല്ലാം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രകടമായ രൂപമാണ്. ഇത്രയധികം ഭരണവിരുദ്ധ വികാരം പിണറായി വിജയൻ നേരിട്ടുവെങ്കിലും പിണറായി വിജയന് സ്വന്തം മണ്ഡലത്തിൽ തോൽക്കേണ്ടി വന്നില്ല. എന്നാൽ പിണറായി കേരളത്തിൽ നേരിട്ടതിനേക്കാൾ അപ്പുറത്തെ 10 മടങ്ങ് ഭരണവിരുദ്ധ വികാരമാണ് സ്റ്റാലിനെ തേടിയെത്തിയത്. സ്റ്റാലിൻ്റെ അംഗസംഖ്യ കുറഞ്ഞു. തുടർഭരണം നേടുമെന്നും തുടർഭരണം ലഭിക്കുമെന്നുമൊക്കെയുള്ള എക്സിറ്റ് പോളുകളുടെയും മറ്റ് അഭിപ്രായ സർവേകളുടെയും ഫലം വരുന്നു. അതിനുശേഷം ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്നുമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 5 വർഷം ഭരിച്ച സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തുടർഭരണം നേടും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി സംസ്ഥാനത്ത് തകർന്നടിഞ്ഞത്. പാർട്ടി മാത്രമല്ല, സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയം ഉറപ്പിക്കാൻ സ്റ്റാലിന് സാധിച്ചില്ല. അതായത് കൊളത്തൂർ മണ്ഡലത്തിലാണ് സ്റ്റാലിൻ പരാജയപ്പെടുന്നത്. കൊളത്തൂർ 2008 മുതൽ സ്റ്റാലിൻ നിലനിർത്തുന്ന മണ്ഡലമാണ്. 2008ലും 2011ലും അങ്ങനെ ഇങ്ങോട്ട് ആ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുന്നത് സ്റ്റാലിനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്റ്റാലിൻ ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പായപ്പോൾ അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സ്റ്റാലിൻ TVKയുടെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഏതാണ്ട് 8700-ലധികം വോട്ടുകൾക്ക് അടിയറവ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ
അങ്ങേയറ്റത്തെ അതിശക്തമായ തിരമാല ഈ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചു എന്ന് തന്നെ പറയണം. അത്രമാത്രം വെറുക്കപ്പെട്ടവനായി, പിണറായിയേക്കാളും വെറുക്കപ്പെട്ടവനായി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ മാറി എന്ന് ഇപ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ TVKയുടെ അധ്യക്ഷനായ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പല ടെലിവിഷൻ ചാനലുകളും പുറത്ത് ആളുകളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ബൈറ്റ് എടുത്തിരുന്നു, അഭിപ്രായം തേടിയിരുന്നു. ആ അഭിപ്രായങ്ങളിൽ മഹാഭൂരിപക്ഷവും DMK പ്രവർത്തകരാണ് പറയുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ DMKക്കാരാണ്, TVK അല്ല, പക്ഷേ TVK വരണം, വിജയ് ഭരിക്കട്ടെ, നാട് ഭരിക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്നാണ് പല DMK പ്രവർത്തകരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കണമെന്ന് CPIMലെ ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കന്മാരും ആഗ്രഹിച്ചതുപോലെ സ്റ്റാലിൻ്റെ ഭരണം അവസാനിക്കണമെന്ന് DMKയിലെ ഒരു വിഭാഗം ആളുകളും വിചാരിച്ചിരുന്നു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ. ശക്തമായ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ അതിശക്തമായ വികാരം കൂടി ഇരു നേതാക്കളെയും ബാധിച്ചു എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കാണേണ്ടത്. അതായത് അധികാരം നഷ്ടപ്പെടുന്നു, സ്വന്തം മണ്ഡലത്തിൽ ഒരാൾ തോക്കുന്നു, സ്വന്തം മണ്ഡലത്തിൽ ഒരാൾ പിന്നിൽ പോകുന്നു, ഈ ലീഡ് നിലയിലൊക്കെ അങ്ങനെ മുഴുവൻ പാർട്ടി MLAമാരും തോറ്റുപോകുന്നു, മന്ത്രിമാർ കൂട്ടത്തോടുകൂടി തോക്കുന്നു. ഇങ്ങനെ അങ്ങേയറ്റത്തെ ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടായി. പക്ഷേ പിണറായിയേക്കാൾ ജനവികാരം നേരിടേണ്ടി വന്നയാൾ അത് സ്റ്റാലിനാണ് എന്നിപ്പോൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സ്റ്റാലിൻ്റെ പാർട്ടിക്കാൾ പോലും ഇപ്പോൾ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ കൈയടിക്കുകയാണ്.